വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മുടെ കയ്യിൽ എന്തായാലും വേണ്ട കുറച്ച് ഹെയർ ആക്സറീസുകളാണ്. ഇതൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ ഈ ഹെയർ സ്റ്റൈൽസ് ഒക്കെ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. നമ്മൾ കാഷ്വലായിട്ട് പുറത്ത് പോകുമ്പോഴും അല്ല ഫങ്ഷനൊക്കെ പോകുമ്പോൾ പോലും കുറച്ചുകൂടെ ഒന്ന് ഈസി ആക്കാൻ പറ്റുന്ന കുറച്ച് നമുക്ക് ഈ ഹെയർ സ്റ്റൈലൊക്കെ പെട്ടെന്ന് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഹെയർ ആക്സറീസുകളാണ് ഇന്ന് എൻ്റെ കയ്യിലുള്ളത്. ഇതൊക്കെ തന്നെ ഞാൻ മീഷോയിൽ നിന്നും അതുപോലെ തന്നെ ആമസോണിൽ നിന്നൊക്കെയാണ് വാങ്ങിച്ചത്. ഇപ്പം എല്ലാം അഫോർഡബിൾ റേറ്റിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണ്. അപ്പോൾ വായിക്കുന്നില്ല, നമുക്ക് ഓരോന്നായിട്ട് കാണാം. നേരെ വീഡിയോയിലോട്ടേക്ക്. ഹെയർ ആക്സറീസ് ഒക്കെ അല്ലേ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഹെയർ കെയറിൻ്റെ കാര്യം കൂടെ ഇന്നത്തെ വീഡിയോയിൽ പറയാം. ഹെയർ കെയർ എന്ന് പറയുമ്പം എല്ലാവർക്കും എനിക്ക് തോന്നുന്നു അധികം പേർക്കുള്ള ഒരു പ്രശ്നമാണ് ഡാൻഡ്രഫ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കുണ്ട് ഡാൻഡ്രഫ്. എനിക്ക് സീസണിലാണ്, ഓരോ സീസൺ അനുസരിച്ചിട്ടാണ് ഡാൻഡ്രഫ് വരിക. ഇപ്പം വിൻ്ററിൽ ചിലപ്പോൾ അധികം ഉണ്ടാവും, വിൻ്റർ കഴിഞ്ഞാൽ കുറച്ച് കാലയളവിൽ ഡാൻഡ്രഫേ ഉണ്ടാവില്ല. ഇപ്പം പ്രത്യേകിച്ച് സമ്മറിൽ നമ്മൾ എന്താ പറയുക, നമ്മൾ എത്ര ശ്രമിച്ചാലും മുടി ഇങ്ങനെ നനഞ്ഞിരിക്കുമല്ലോ വേർത്തിട്ട്, സ്കാൾപ്പൊക്കെ ഇങ്ങനെ വേർത്തിട്ട്. ഇപ്പം എനിക്കൊക്കെ ആണെങ്കിൽ കുറേ ഔട്ട്ഡോർ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടാവും. ചിലപ്പം നമ്മൾ ക്രിയേറ്റേഴ്സിനൊക്കെ ആകുമ്പോൾ നമ്മൾ കുറേ ടൈം ഇങ്ങനെ എന്താ റിംഗ് ലൈറ്റിൻ്റെ മുന്നിലും ഇങ്ങനെ ഹോൾ വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് അപ്പോൾ നമ്മളിങ്ങനെ വേർത്ത് നമുക്ക് ഇടയ്ക്ക് നമുക്ക് ഫാനൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ വേർത്തിട്ട് പെട്ടെന്ന് ഇങ്ങനെ മുടിയൊക്കെ ഉണങ്ങാണ്ടൊക്കെ നിൽക്കുമ്പോൾ ഡാൻഡ്രഫ് വരും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഈ ബൈക്കിലൊക്കെ പോകുന്നവരാണെങ്കിൽ ഈ ഹെൽമെറ്റൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് സമ്മറിലാണേ പ്രത്യേകിച്ചിട്ട് ഇങ്ങനെ വേർത്തിട്ട് നമുക്കത് തലമുടി ഒന്നും മര്യാദ ഉണങ്ങിയിട്ടില്ലെങ്കിൽ ഡാൻഡ്രഫ് വരും കേട്ടോ. പിന്നെ ഓയിലി ആണെങ്കിൽ സ്കാൾപ്പ് നല്ല ഓയിലി ആണെങ്കിലും വരും. ഈ ഡാൻഡ്രഫ് വരുന്ന മാത്രമല്ല, ചൊറിച്ചിലാണ് സഹിക്കാൻ പറ്റാത്തത്. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് കുറേ ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പൂ ഉണ്ട്. ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പൂ ഒക്കെ ഒരുവിധ ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡാൻഡ്രഫ് ഒക്കെ പോകുന്നുമുണ്ട്. പക്ഷേ പലതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികത്തിലും ഈ സൾഫേറ്റും പാരബനൊക്കെയാണ് ഉള്ളത്. അപ്പം അതുകൊണ്ട് ഡാൻഡ്രഫ് പോകുന്നുണ്ട്. പക്ഷെ ഒരു സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ മുടി നല്ലോണം ഡ്രൈ ആയിട്ട് ഇങ്ങനെ പൊട്ടിപ്പോവും, ഡാമേജ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, ഫ്രിസി ആവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനത്തെ കുറേ സൈഡ് എഫക്ട്സ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കൊരു ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂ കാണിച്ചു തരാം. ഇത് മാമാഅർത്തിൻ്റെ ലെമൺ ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂ ആണ്. അപ്പോൾ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് ലെമണും ജിഞ്ചറുമാണ്. നാച്ചുറലായിട്ട് നമ്മൾ താരൻ പോക്കാൻ യൂസ് ചെയ്യുന്ന രണ്ട് സാധനങ്ങളാണ് ഈ ഒരു ലെമണും അതുപോലെ തന്നെ ജിഞ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടാണ്ട് ഇതിൽ സാലിസിലിക് ആസിഡ് ഉണ്ട്. സാലിസിലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ആൻറ്റി ഫംഗൽ ഇൻഗ്രീഡിയൻ്റാണ്, ഡാൻഡ്രഫ് പോവാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പം അതൊക്കെ ഉള്ള ഒരു ഷാംപൂ ആണ് ഈ ഒരു ഷാംപൂ. അപ്പോൾ ഈ ഒരു ഷാംപൂവിനെ പറ്റിയിട്ട് ഇവരെന്താ പറയുന്നത് നമുക്ക് നോക്കാം. ഇത് എല്ലാ ടൈപ്പിലുള്ള, അതായത് ഫോർ ഓൾ ഹെയർ ടൈപ്സ്, എല്ലാ ഹെയർ ടൈപ്സിലുള്ളവർക്കും യൂസ് ചെയ്യാമെന്ന് പറയുന്നുണ്ട് അവർ. ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇവർ പറയുന്നത് അപ് ടു 100% വരെ ഡാൻഡ്രഫിനെ നാച്ചുറലായിട്ട് റിമൂവ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ്, നമ്മുടെ ഹെയറിനെ സോഫ്റ്റ് ആക്കിയിട്ട്. പിന്നെ മാത്രമല്ല ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് ഒന്നും ഇല്ല എന്നാണ് ഇവർ പറയുന്നത്. പിന്നെ ഇതിൽ അടങ്ങിയിട്ടുള്ള ഈ ലെമൺ അത് നാച്ചുറലായിട്ട് എന്താ പറയുക ഡാൻഡ്രഫിനെ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോൾ സേഫാന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഇനി ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം. ഞാൻ എപ്പോഴും നന്നായിട്ട് ഹെയർ ഓയിൽ ചെയ്തതിന് ശേഷം മാത്രമാണ് ഷാംപൂ അപ്ലൈ ചെയ്യുന്നത്. ഇതിൽ കുറച്ചധികമായി പോയി, ഇത്രയധികം എടുക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം ഇതിൻ്റെ തന്നെ ആൻറ്റി ഡാൻഡ്രഫ് കണ്ടീഷണർ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ നാച്ചുറലായിട്ട് ഡ്രൈ ചെയ്തതാണ്. സോഫ്റ്റ് തന്നെയാണ് കേട്ടോ, ഒരുപാട് ഡ്രൈ ഒന്നും ആക്കുന്നില്ല, അതുപോലെ ഒരുപാട് അങ്ങ് ഫ്രിസി ആക്കുന്നുമില്ല. അപ്പം ഞാനിതിൽ ബിഫോർ ആഫ്റ്റർ എൻ്റെ തലമുടിയുടെ പിക്ചർ ഞാനിതിൽ കൊടുത്തിട്ടുണ്ട്. ഒരു പരിധി വരെ ഡാൻഡ്രഫൊക്കെ റിമൂവ് ആവുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്രോഡക്റ്റ് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്പെഷ്യൽ കൂപ്പൺ കോഡ് ഉണ്ട്, ദീപിക 2025. ഈ ഒരു കൂപ്പൺ കോഡ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ 20% ഓഫിൽ മാമാഅർത്തിൻ്റെ വെബ്സൈറ്റിൽ നിന്നും അതുപോലെ മാമാഅർത്തിൻ്റെ ആപ്പിൽ നിന്നും പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങളിങ്ങനെ മാമാഅർത്തിൻ്റെ പ്രൊഡക്റ്റുകളൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സജഷൻസ് ഷെയർ ചെയ്യാൻ പറ്റും കേട്ടോ. കാരണം അവർ നമ്മുടെ സജഷൻസൊക്കെ കേട്ടിട്ട് അവരുടെ ഓണിയൻ ഷാംപൂ കുറേ അധികം ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവർ കേൾക്കാൻ തയ്യാറാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഷെയർ ചെയ്യണമെങ്കിൽ അതും ഇപ്പോൾ പറ്റുന്നുണ്ട്.
പിന്നെ മാമാഅർത്തിൻ്റെ പ്രൊഡക്റ്റുകളൊക്കെ ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ട്, പേർപ്പിളിലൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ഇപ്പോൾ ഓൺലൈനിൽ മാത്രമല്ല, നിങ്ങളുടെ നിയർ ബൈ സ്റ്റോഴ്സിലും ഈ മാമാഅർത്തിൻ്റെ പ്രൊഡക്റ്റുകൾ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഷാമ്പൂ മാത്രമല്ല, ഷാമ്പൂവിൻ്റെ കൂടെ കണ്ടീഷണറും കൂടെ ട്രൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ സ്കാൾപ്പ് ഇച്ചിയാണ്, ഫ്ലേക്കിയാണ്, ഡാൻഡ്രഫ് ഉണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലുള്ള ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പൂ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രൊഡക്റ്റ് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്യാം. ഞാൻ എന്തായാലും ലിങ്ക്സൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി നമുക്ക് ഹെയർ ആക്സറീസ് കാണാം. എനിക്ക് തോന്നുന്നു ഇതിൽ ഞാനിന്ന് കാണിക്കാൻ പോകുന്ന ഹെയർ ആക്സറീസിൽ പലതും ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പം അത് കണ്ടവർക്ക് ചിലപ്പം ഇത് ഓൾറെഡി കാണിച്ചതല്ലേ എന്നൊക്കെ തോന്നുമായിരിക്കും. പക്ഷെ ആദ്യമായിട്ട് കാണുന്നവർക്ക് എന്തായാലും ഇത് ഒരു ഫ്രഷ് വീഡിയോ തന്നെ ആയിരിക്കും. ആദ്യം തന്നെ ഒരു ഫ്ലവർ ഷേപ്പിൽ വരുന്ന ക്ലോ ക്ലിപ്സ് ആണ്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഇതൊരു സെറ്റിൽ 3 എണ്ണം വരുന്നത്. ഒന്ന് ഞാൻ എൻ്റെ സിസ്റ്റർക്ക് കൊടുത്തു. ഇത് മീഷോന്നാണ് വാങ്ങിച്ചത്. ഇതിൻ്റെ റേറ്റ് 126 രൂപയാണ് 3 എണ്ണം. ഇത് ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ. ഇങ്ങനെ വീണാൽ എളുപ്പം പൊട്ടുന്ന അങ്ങനത്തെ ടൈപ്പ് അല്ല. കണ്ടോ, ഇത് നമുക്ക് എന്താ പറയുക, നമുക്ക് കളറൊന്നും ചൂസ് ചെയ്യാൻ പറ്റില്ല. അവർ അയക്കുന്നത് എടുക്കുക എന്നുള്ളതാണ്. അപ്പം ക്വാളിറ്റി ഒക്കെ അടിപൊളിയാണ്. നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഹെയറിൽ കുടുക്കി വെക്കാനും പറ്റും. നമ്മളെ മുടി അങ്ങനെ നിന്നോളും, അവിടെ നിന്ന് ഇങ്ങനെ ലൂസായി പോവുക അങ്ങനെയൊന്നുമില്ല. ഇപ്പം ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചിലപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടാവും. കാരണം ഇത് എൻ്റെ കയ്യിൽ തന്നെ ഇപ്പോൾ കുറേ ആയി. കഴിഞ്ഞ വർഷം മറ്റോടെ ഞാനിത് വാങ്ങിച്ച്. അപ്പം ഈ നമുക്ക് ബീച്ചിലൊക്കെ ട്രിപ്പിന് പോകുമ്പോഴൊക്കെ നല്ലതായിരിക്കും. നമുക്ക് കാഷ്വലായിട്ട് ഡെയിലി യൂസിനൊക്കെ പറ്റിയത് തന്നെയാണ് ഈ ഒരു ക്ലിപ്പ്. നല്ല ഭംഗിയുണ്ടാവും. നമ്മളിപ്പം ഒരു സൈഡിലൊക്കെ ഇങ്ങനെ കാണുമ്പോഴത്തേനും നല്ല ഭംഗിയുണ്ടാവും. 3 എണ്ണം വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇതാണ് ആദ്യത്തെ ഹെയർ ക്ലിപ്പ്. ഇനി ഫ്ലവർ കിട്ടാത്തവർക്ക് ബട്ടർഫ്ലൈ ആയാലോ. അപ്പോൾ ബട്ടർഫ്ലൈൻ്റെ ഡിസൈനിൽ വരുന്ന ക്ലോ ക്ലിപ്സ് ആണിത്. ഇതും നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഇത് മീഷോന്ന് വാങ്ങിച്ചാൽ. ഇതിലും എനിക്ക് തോന്നുന്നു 3 എണ്ണം ഉണ്ട്. ഒന്ന് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി. അതും ചിലപ്പോൾ ഞാൻ എൻ്റെ സിസ്റ്റർക്ക് കൊടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ ഒരേപോലെയൊക്കെ വരുന്നത് ഞാൻ പെട്ടെന്ന് തന്നെ അവക്കെടുത്ത് കൊടുക്കും. അപ്പം ഇത് മുടിയിൽ നല്ലോണം ഒതുങ്ങി നിൽക്കുന്നതാണ്. സംഭവം സ്ട്രോങ് ആണ്. ഇത് പ്ലാസ്റ്റിക്കും അല്ല, മെറ്റലും ഒന്നുമല്ല, എന്തോ ഒരു തരം മെറ്റീരിയലാണ് സാധനം. എന്തായാലും ഇങ്ങനെ എളുപ്പം പൊട്ടിപ്പോകുന്നതല്ല. ഇതിൻ്റെ റേറ്റ് 126 രൂപയാണ് കേട്ടോ. ഫസ്റ്റ് കാണിച്ചതിൻ്റെ റേറ്റ് 135ആണ്. ഞാൻ മാറ്റിയിട്ടാണ് തോന്നുന്നു പറഞ്ഞത്. അപ്പോൾ ഇത് 126ആണ്. 126ന് ഇത് വേർത്താണ്. കാരണം ഞാൻ പറയാൻ കാരണം, ഞാൻ ഇങ്ങനത്തെ ക്ലോ ക്ലിപ്സ് ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരാളാണ്. രാത്രിയൊക്കെ കിടക്കുമ്പോൾ ഒക്കെ ഇതിന് ഇട്ടിട്ട് യൂസ് ചെയ്യാം. അപ്പം എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നിൽക്കൂല, ഇത് ഇങ്ങനെ അമർന്നിട്ടൊക്കെ പെട്ടെന്ന് പൊട്ടും. അപ്പം അത്യാവശ്യം റേറ്റിൻ്റെ ഒക്കെ വാങ്ങിക്കുമ്പോൾ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതങ്ങനെ എളുപ്പം പൊട്ടുന്നതല്ല, അങ്ങനത്തെ പ്ലാസ്റ്റിക്കോ അങ്ങനത്തെ അല്ല ഇത്. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. കണ്ടോ, ഇങ്ങനെ ലെയറായിട്ട് ഇതിൻ്റെ ചിറകൊക്കെ വന്നിട്ട് നല്ല ഭംഗിയുണ്ട്. ഇതും നമുക്കൊരു ബീച്ച് വെയറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തത് എന്തായാലും നമ്മുടെ കയ്യിലുണ്ടാകുന്നതല്ല. ഇങ്ങനത്തെ ജാസ്മിൻ്റെ ഈ ഒരു ഹെയർ ടൈ. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതൊരു പെയറായിട്ടാണ് കിട്ടുന്നത്. മറ്റേത് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി. 199 രൂപയ്ക്ക് 2 എണ്ണം കിട്ടുന്നത്. ഇത് നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഇത് സെൻറ്റഡ് ആണ് കേട്ടോ. സെൻറ്റഡ് ഹെയർ ടൈ ആണ്. ഇപ്പം നമ്മളിപ്പം മുല്ലപ്പൂവൊക്കെ, പ്രത്യേകിച്ച് സമ്മറിലൊക്കെ മുല്ലപ്പൂവൊക്കെ തലയിൽ വെച്ച് പോയി കഴിഞ്ഞാൽ ഒരു 2-3 മണിക്കൂർ ശേഷം അത് വാടിപ്പോവും. അപ്പം ഇതാണെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. നമ്മൾ രാവിലെ വെച്ച വൈകുന്നേരം അതുപോലെ തന്നെ ഇരിക്കും. നമുക്കൊരു ബൺ ഹെയർ സ്റ്റൈലൊക്കെ സ്റ്റൈൽ ചെയ്യണമെങ്കിൽ ഇതിനെ കൊണ്ട് നല്ലോണം ചെയ്യാൻ പറ്റും. ഇപ്പം പെട്ടെന്ന് ദൂരെ നിന്നൊന്നും ഇത് മനസ്സിലാവില്ല, മുല്ലാന്ന് തന്നെയാണ് വിചാരിക്കും ആൾക്കാർ. കണ്ടോ, പിന്നെ ഇങ്ങനെ തൊഴിഞ്ഞു പോവോ വീണു പോവോ അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ ഇങ്ങനത്തെ ഒരു ഹെയർ ടൈ വാങ്ങുകയാണെങ്കിൽ. നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ. അടുത്ത നമ്മുടെ കയ്യിൽ എന്തായാലും വേണം ഇങ്ങനത്തെ ഒരു ഹെയർ ബണ്ണ്. ഇതല്ല, ഇതിൻ്റെ ഉള്ളിലാണ് സാധനം ഇരിക്കുന്നത്. ഇതാ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളൊരു ഹെയർ ബൺ എക്സ്റ്റൻഷൻ എന്നൊക്കെ പറയാം അല്ലേ. ഇതൊരു സ്ക്രഞ്ചി പോലത്തെ ഒരു സാധനമാണ് ഇങ്ങനത്തെ. കണ്ടോ, ഇത് എൻ്റെ ഹെയറിൻ്റെ അതേ കളർ തന്നെ കേട്ടോ, ഒരു ലൈറ്റ് ബ്രൗൺ ആയത്. അപ്പോൾ ഇത് നമുക്കൊരു മെസ്സി ഹെയർ ബണ്ണ് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ സ്റ്റൈൽ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഗജറ, നമുക്കിങ്ങനെ എന്താ പറയുക, ഒരു ബണ്ണൊക്കെ കെട്ടി മുല്ലപ്പൂക്കെ വെച്ച് സ്റ്റൈൽ ചെയ്യണമെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്.
പിന്നെ നമ്മൾ ഈ ചിലർക്ക് ഇങ്ങനെ ഹെയർ ബണ്ണൊക്കെ, എനിക്കൊക്കെ ഇപ്പോൾ ഇതിപ്പം ഇതിൻ്റെ ഉള്ളിൽ പോയി, അപ്പോൾ നമ്മൾ ബൺ ഹെയർ സ്റ്റൈലൊക്കെ കെട്ടുമ്പോഴത്തേനും അത്ര ഉണ്ടാവില്ല കാണാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊന്ന് ബൺ ഹെയർ സ്റ്റൈൽ കെട്ടിക്കഴിഞ്ഞാൽ കുറച്ച് എടുത്ത് കാണിക്കണമെങ്കിൽ ഇതുപോലത്തെ സാധനം യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. എന്നിട്ട് അതിന് ചുറ്റും ഇങ്ങനെ പൂവൊക്കെ വെക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. ഇതിൻ്റെ റേറ്റ് 149 രൂപയാണ്. നല്ല ക്വാളിറ്റി ഉള്ളതാണ്, നല്ല റിവ്യൂസൊക്കെ ഉണ്ട് ഇതിന്. ഒരു ഫങ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്, ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നതല്ല. ഇതൊരു ഇങ്ങനെ കുന്തൻ സ്റ്റഡഡ് ഹെഡ് ബാൻഡ് ആയത്, ഹെയർ ബാൻഡ് കണ്ടോ, ഇങ്ങനത്തെ കുന്തൻ ബീഡ്സും പേൾ ബീഡ്സൊക്കെ വന്നിട്ടുള്ളൊരു ഹെയർ ബാൻഡാണ്. അപ്പം നമുക്ക് പെട്ടെന്ന് ഫങ്ഷനൊക്കെ പോകുമ്പോൾ നല്ല രീതിയിൽ ഹെയർ സ്റ്റൈലൊന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സാധനം വെച്ചിട്ട് പോയാലും മതി. കണ്ടോ, നല്ല ഭംഗി ഉണ്ടാവും. ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഹെവി ഇയറിങ്സ് യൂസ് ചെയ്യാണ്ട് പകരം ഒരു സ്റ്റേറ്റ്മെൻറ്റ് നെക്ലേസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും. ഈ പാർട്ടി വെയർ ഡ്രസ്സസിൻ്റെ ഒക്കെ കൂടെ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. ഇത് ഈ ഒരു സാധാരണ കയ്യിലുണ്ടെങ്കിൽ നല്ലതാണ്. ഇത് എന്ന് വെച്ചാൽ പെൺകുട്ടികൾക്കും വലിയ സ്ത്രീകൾക്കും എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 283 രൂപയാണ്. നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം ആണ് കേട്ടോ. ഇതിൻ്റെ ബീഡ്സൊക്കെ നല്ല ഫിനിഷിംഗ് ഒക്കെയാണ്. ലാസ്റ്റ് വൺ ഒരു ബോ ഹെയർ ക്ലിപ്പാണ്. ഇത് ഈ മോഡലിൽ വരുന്ന, ഇത് മീഷോയിലൊക്കെ ഉണ്ട്. ഇത് ഞാൻ വാങ്ങിച്ചത് ആമസോണിൽ നിന്നാണ്. ഇതിൻ്റെ റേറ്റ് 179 ആണ്. ഇതിങ്ങനെ കണ്ടോ, ഇങ്ങനത്തെ ഒരു ഇങ്ങനെ ടിക് ടാക്ക് പോലത്തെ ഉള്ള ഒരു സാധനമാണ്. ടിക് ടാക്ക് അല്ല, ഇങ്ങനെ ഒരു സ്ലൈഡ് പോലത്തെ. അപ്പം ഇതും നല്ല ഭംഗിയുണ്ടാവും. ഇതിൻ്റെ തന്നെ ഇതിപ്പം എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് ഒക്കെ വരുന്നതാണ്. സാറ്റിൻ ക്ലോത്തിൻ്റെ ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് മുടി മാത്രം എടുത്തിട്ട് പുറകിൽ ഇങ്ങനെ കെട്ടിയാൽ നല്ല ക്യൂട്ട് ഹെയർ സ്റ്റൈൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. വലിയ രീതിയിലൊന്നും നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇതുപോലത്തെ ഹെയർ ക്ലിപ്പൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ക്യൂട്ടായിട്ട് ഒരുങ്ങാൻ പറ്റും. ഇത് എന്താ, കുട്ടികൾക്ക് യൂസ് ചെയ്യാം, നമുക്ക് യൂസ് ചെയ്യാം. കണ്ടോ, നല്ല ക്വാളിറ്റി ഉള്ള ടൈപ്പാണ്. നല്ല എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് ഒക്കെയാണ്. മീഷോയിലും ഓൾമോസ്റ്റ് ഒരു 120 ആ ഒരു ഇതിലാണ് കാണുന്നത്, 120 റുപ്പീസിനൊക്കെ കാണുന്നത്. ഇതിൽ ആമസോണിൽ ഞാൻ വാങ്ങിച്ചപ്പോഴും 179 ആണ് കേട്ടോ. കുറച്ച് കൊള്ളാം. സാറ്റിൻ്റെ ഒക്കെ ആകുമ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒരു കോംബോ പോലെ കിട്ടുന്നുണ്ട്. ഒരു ഇതിൽ 3 എണ്ണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 200-250 അപ്പോൾ അതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടെ നീളം വേണമെങ്കിൽ അങ്ങനെയാണ്. ഒരു മീഡിയം ഹെയർ ഒക്കെ ആണെങ്കിൽ, മീഡിയം ലെങ്ത്തിലുള്ള ഹെയർ ഒക്കെ ആണെങ്കിൽ കുറച്ച് നീളമുള്ള യൂസ് ചെയ്യുമ്പോഴത്തേനും നല്ല ഭംഗിയുണ്ടാവും. അപ്പം ഇത്രയും ഹെയർ ആക്സറീസ് ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത്. എല്ലാം മസ്റ്റ് ഹാവ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യണമെങ്കിൽ നോക്കാം. നിങ്ങൾക്ക് ഞാൻ ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം നല്ല വീഡിയോ ആയിട്ട്. അതുവരേക്കും ബൈ.